ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പ്രെയറും പ്ലേഡ്സും ആരാണെങ്കിലും ഒന്ന് നടത്തോ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ, പ്രെയറും പ്ലേഡ്സും ഇല്ലെന്ന് ആരാണെന്ന്? ഹലോ, ഇന്ന് പ്രെയറും പ്ലേഡ്സും ഇല്ല. ആരെങ്കിലും ഇവിടെ ഷെഡ്യൂള് സാറ് വിട്ടിട്ടില്ല. ആണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? നിങ്ങൾ ആരെങ്കിലും വില്ലിങ് ആണെങ്കിൽ ഒന്ന്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം മിസ്സേ. സ്റ്റാർട്ട് ചെയ്യാല്ലേ? നിങ്ങളാരും വില്ലിങ് അല്ല? ഡെയിലി ഷെഡ്യൂൾ വിടലാണോ നിങ്ങൾക്ക്? ആരാണോ ഒന്ന്? അല്ല, ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു ആരും അങ്ങനെ മുന്നോട്ട് വരായിട്ട്. അപ്പൊ സാറ് പറഞ്ഞു ഞാനത് നെയിം ഇട്ടുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വിടാ പറഞ്ഞതാ. സാർ ഇതുവരെ വിട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാണ്ട്. നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ 2 മൊഡ്യൂൾ കഴിഞ്ഞു, അപ്പോൾ ഒരു എക്സാമൊക്കെ നടത്തണമെന്ന്. എക്സാം നടത്തണ്ടേ? അപ്പോൾ നമുക്ക് ഈ അടുത്ത മൺഡേ നടത്താം അല്ലേ? അടുത്ത മൺഡേ നടത്താൻ
നിങ്ങൾക്കൊക്കെ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മൺഡേ എക്സാം ആക്കാം. ഇപ്പൊ കഴിഞ്ഞ 2 മൊഡ്യൂളും ചെറിയ സംഭവങ്ങളല്ലേ, നമുക്ക് അതിൻ്റെ ഒരു എക്സാം നടത്തപ്പോൾ പിന്നെന്താ പറയാന്ന് വിചാരിച്ചേ, അങ്ങനെ അപ്പം എല്ലാവരും നല്ല പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ പറയാൻ ഇൻട്രസ്റ്റഡ്? പിന്നെ അതിന്റെ ഡിഫറൻസസും. 2 ചാപ്റ്റേഴ്സ് ആണോ? 2 ചാപ്റ്റേഴ്സും കൂടിയിട്ട് എക്സാം നടത്താം. ചെറിയ ചെറിയ സംഭവങ്ങളല്ലേ, 1, 3, 4 ടോപ്പിക് എന്തോ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ. നിങ്ങൾക്ക് ഓക്കെ ആണോ? നമുക്ക് 2 കൂടെ ഒറ്റ എക്സാം ആയിട്ട് ഇതിപ്പോ കൊറേ വർക്കുകളൊക്കെ കിട്ടിക്കണോ? കൊറേ പ്രാക്ടിക്കല് വർക്കുകൾ കിട്ടിക്കണം. അപ്പൊ നമുക്ക് അടുത്ത മൺഡേ ഈ 2 ചാപ്റ്ററിന്റെ ഒരു എക്സാം നടത്താം, ചെറിയ എക്സാം. നിങ്ങൾക്ക് ആരോ എക്സാം നടത്തിയെന്ന് പറഞ്ഞിരുന്നല്ലേ, അത് എത്ര മാർക്കിനേനു? 29. 29 മാർക്കിനോ? ഓക്കെ, നമുക്കൊരു 1 ഹവറിൽ ഒരു ചെറിയ എക്സാം. ക്ലാസ് അവറിലല്ല ഷൈഫ മിസ് നടത്തിയത് ഒരു ചാപ്റ്റർ ആയിരുന്നു. 35 മാർക്കിന് നടത്താന്ന മിസ് പറഞ്ഞത്. പക്ഷെ അതിൽ കുറച്ചായത് കൊണ്ടാണ് 29 മാർക്കിനായിട്ട് ചുരുങ്ങിയത്. അത് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇത് രണ്ട് ചാപ്റ്റർ നടത്താൻ കുഴപ്പമില്ല. അത് ഞാന് പറഞ്ഞത് 29 മാർക്കിന് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ 2 ചാപ്റ്ററും കൂടെ നടത്താം. ചെറിയ സംഭവങ്ങളല്ല, നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ അത്യാവശ്യം ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ എഴുതാം. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ, അതാരെങ്കിലും ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് പറയോ? ആരെങ്കിലും എനിവൺ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒന്ന് ക്ലാസ്സിനൊന്ന് ഒരു വളർച്ചയാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് ഉള്ള ഒരു വളർച്ചയാണ്, ഉള്ളിൽ നിന്നുള്ള ഒരിതാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും, അത് ഫിസിക്കൽ ആയിട്ടുള്ള വളർച്ചയാണ്. മറ്റേ ഡെവലപ്മെന്റ് മെന്റലി, അതായത് മാനസികമായിട്ടും അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയുള്ള വളർച്ചയാണ് ഡെവലപ്മെന്റ്. അത് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും ഒന്ന് ക്വാളിറ്റേറ്റീവും ആണ് അല്ലേ? ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഓക്കെ. ഞാൻ ഓഡിബിൾ അല്ലേ? എനിക്ക് വോയിസ് കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന്റെ എന്താണ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും പ്രിൻസിപ്പിൾസും ഒക്കെ പറഞ്ഞു അല്ലേ? അതൊക്കെ ഓക്കെ ആണല്ലേ? അത്യാവശ്യം ഒരു ഇൻട്രോ എഴുതാനുള്ളത്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നതിന്റെ ഒരു നോട്ട് ഗ്രൂപ്പിൽ അയച്ചിരിക്കുന്നു, കണ്ടില്ലേ? അപ്പൊ ഇനി നമുക്ക് ആ ഒരു സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിന്റെ ഫാക്ടേഴ്സ്, നമ്മൾ ഗ്രോത്തിനെ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യാം? നിങ്ങൾ എന്നെ വായിച്ച് സ്റ്റാർട്ട് ചെയ്തോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സംഭവങ്ങളില്ല, പ്രിൻസിപ്പിൾസ് ഒക്കെ അത്യാവശ്യം പോയിന്റ് ഉണ്ടല്ലോ. മീൻസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇത് കുറെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിക്കണല്ലോ. നിങ്ങളത് വായിച്ചീനോ? വായിക്കണില്ലേ? കുറെ വർക്കും കാര്യങ്ങളും കിട്ടുമ്പോ വായിക്കാൻ വിട്ടു പോകുന്നുണ്ടോ? വായിക്കണം കേട്ടോ, അത് മറ്റേ പ്രിൻസിപ്പിൾസ് ആവണ്ടേ,
എന്താ നമ്മൾ പറഞ്ഞ സാധനങ്ങളാണ്, പക്ഷെ ആ പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാൻ എപ്പോഴും. ഓക്കെ, അപ്പൊ അടുത്തത് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് പറയുമ്പോൾ കുറച്ചിങ്ങനെ പറയാനുണ്ട് അതിൽ. എന്താണ് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ളതും എൻവിറോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമുക്കൊന്ന് കേട്ടാൽ ഒന്ന് വായിച്ചു നോക്കിയാൽ എഴുതാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എന്താണ് നമുക്ക് തുടങ്ങാല്ലേ? ആരെങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങിക്കോ. ഫാക്ടേഴ്സ് ഞാൻ ഗ്രൂപ്പിലിട്ടാ ലാസ്റ്റ് Factors affecting growth and development. ഒരാള് രണ്ടാളും പോയോ? ഹലോ, വായിച്ചോ ആരെങ്കിലും ഒരാൾ. Okay. The personality of an individual is a result of his environment and heredity. First one, hereditary or genetic factors. Hereditary factors are intelligence, sex, glands, race. Second one, environmental factors. Environmental factors are air, sunlight, nutrition, disease, and injuries. Social and cultural factors, family status, position in the family environment can be divided into two, natural and social. Natural environment means all those things and physical phenomena that influence a person. Social environment refers to cultural and family heritage and the social force in the society. Environmental factors are two types, prenatal and postnatal. അത്ര മതിയോ? ഓക്കെ, നമ്മളപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് ഏതൊക്കെയാ പറഞ്ഞേ? 2 ഫാക്ടേഴ്സ്, ഹെറിഡിറ്റി ഓർ ജനറ്റിക് ഫാക്ടേഴ്സും എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സും. നമ്മൾ പറഞ്ഞു ജനറ്റിക് നമ്മൾ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു ഡെവലപ്മെന്റിനെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. കാരണം ഒരു കൺസെപ്ഷൻ നടക്കുന്ന ടൈം തൊട്ടിട്ട് തന്നെ അവിടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റ്സും നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയാം, എനിക്ക് ഭയങ്കര ഒരു ഫിസിക്കലി കുറച്ച് പ്രശ്നം, ഭയങ്കര തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ മനസ്സിലാവുകയോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നോടൊന്ന് പറയണേ. എൻ്റെ മോനും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാം. അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്താണ് ഹെറിഡിറ്റി, ഇനി അത് പരമാവധി കൊണ്ടുവരാണ്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിക്ക് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ. അപ്പോൾ ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പാരൻസ് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന സാധനം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു മദറിൻ്റെയും ഫാദറിൻ്റെയും ഒരു 23 പെയർസ് ഓഫ് ക്രോമസോംസ് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിൽ ഏതൊക്കെ പറഞ്ഞത് ഫാക്ടേഴ്സ് പറയുമ്പോൾ ഇന്റലിജൻസ്, സെക്സ്, ഗ്ലാൻസ്, റേസ്, ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഹെറിഡിറ്ററി ആയിട്ട് ഒരു എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഒരു പാരൻസിന് വരുന്ന ആ ഇന്റലിജൻസ്, സെക്സ്, ഗ്ലാൻസ്, റേസ് ഇതൊക്കെ എന്താണ് ഹെറിഡിറ്റി ആയിട്ട് കണക്ട് ആയി കിടക്കുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലേ? എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ പറഞ്ഞു എന്താണ് ഒരു കുട്ടിയുടെ ഇന്റലിജൻസിലൊക്കെ എന്തുണ്ട്, ആ ഒരു പാരൻസിന്ന് പാസ് ചെയ്ത് വരുന്ന സാധനങ്ങൾ ആ കുട്ടിയുടെ ഇന്റലിജൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ചൈൽഡിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാരൻസിന്ന് വരുന്ന സംഭവങ്ങൾ, ജീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ സെക്സ് എന്ന് പറഞ്ഞു. സെക്സ് എങ്ങനെയാണ്, ഒരു കുട്ടീന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, പാരൻസിന്ന് വരുന്ന ക്രോമസോംസ് ആണല്ലേ. ഇപ്പോ എന്താണ് മെയിലിന്ന് വരുന്ന സ്പേമാണ്, സ്പേമിൽ വരുന്ന ക്രോമസോംസ് അല്ലേ, വൈ ക്രോമസോംസ് വന്നാലാണ് അത് ബോയ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ? അപ്പം സെക്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാരൻസിൽ നിന്ന് വരുന്ന ഈ ക്രോമസോമാണ്, അതായത് ഫാദറിൽ നിന്ന് വരുന്ന ക്രോമസോമാണ് എന്ത് ചെയ്യുന്നത്, സെക്സിനെ അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ ഗ്ലാൻസ് എങ്ങനെയായിരിക്കും? ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്,
നമ്മുടെ എന്താ ഇവിടെ മെയിൻ ആയിട്ട് ഗ്ലാൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് അതായത് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല ഹോർമോൺ പ്രൊഡക്ഷനും എന്താണ് ജനറ്റിക്കലി കിട്ടിയതാണെന്ന് പറയാം. അതായത് അതിനവിടെ എന്തുണ്ട്, ഡെവലപ്മെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഗ്ലാൻഡാണ്. നിങ്ങൾ ഇതിൽ വെറും ഈ ഫാക്ടേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മീൻസ് ഇന്റലിജൻസ്, സെക്സ്, ഗ്ലാൻഡ്സ് ആൻഡ് റൈസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതിന്റെ അണ്ടറിൽ ഇങ്ങനെയാണെന്നുള്ളൊരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് അയച്ചുതരാം. ഓക്കെ, ഇപ്പോ നോട്ട് ചെയ്യേണ്ടവർക്കൊന്ന് നോട്ട് ചെയ്തോ. ഞാൻ നോട്ട് ചെയ്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് അയച്ചുതരാം. ഓക്കെ, അപ്പോൾ ഇന്റലിജൻസ്, സെക്സ്, ഗ്ലാൻഡ്സ് ആൻഡ് റേസ്. റേസ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു കൺട്രി ബേസ്ഡ് നമുക്ക് എന്ത് മനസ്സിലാവും, ഈ ഫിസിക്കലി കാണിക്കുന്ന ക്യാരക്ടറില്ലേ, അവരുടെ ഒരു സ്കിൻ കളറ്, ഐന്റെ കളറ്, ഫേഷ്യൽ ഷേപ്പ്, അവരുടെ ഹെയറിന്റെ ടെക്സ്ചർ, ഒരു അതൊക്കെ വെച്ചിട്ട് എന്ത് വെക്കും, നമ്മൾ ഇവര് ഡിഫറെന്റ് കൾച്ചറാണ് അല്ലെങ്കിൽ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് എന്നുള്ളൊരു സംഭവമല്ലേ. നമ്മൾ സോഷ്യലി ഒരു കാറ്റഗറൈസേഷൻ നടത്തുന്നുണ്ടല്ലോ, പിന്നെ ഫിസിക്കൽ ഇല്ല, നമ്മുടെ സ്കിന്നിന്റെ കളർ വെച്ചിട്ട്, ഐ കളർ വെച്ചിട്ട്, ഫേഷ്യൽ ഷേപ്പ് ഒക്കെ വെച്ചിട്ട്, അതാണ് റേസ്. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നതാണ്, ജനറ്റിക്കലി കിട്ടുന്നത്. അപ്പോൾ ഒരു കൺട്രി കൺട്രീസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ എന്തുണ്ട്, കുറേ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെയുണ്ട്, ഡിഫറൻസ് ഉണ്ട് അല്ലേ. അതൊക്കെ എന്താണ് ജനറ്റിക്കലി പാസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ എന്തൊക്കെയാണ്, ഇന്റലിജൻസ്, സെക്സ്, ഗ്ലാൻഡ്സ് ആൻഡ് റേസ്. ഓക്കെ ആണോ? ഈ ജനറ്റിക് ഫാക്ടറിൽ വരുന്ന ഒരു 4 സംഭവങ്ങൾ പറഞ്ഞു. അതിനെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടോ? അതായത് ഒരു എന്താണ് ജനറ്റിക്കലി വരുന്ന ഒരു ഇതിന്ന് ഫാക്ടേഴ്സിന്ന് ഇന്റലിജൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാരന്റ്സ് പാസ് ചെയ്ത് വരുന്ന ഇന്റലിജൻസ് നമ്മളെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെക്സ് അവരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമ്മളെ ഗ്ലാൻഡ്സ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ എന്ത് നടക്കുന്നുണ്ട്, ഹോർമോണൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഹോർമോണൽ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെവലപ്മെന്റ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് റേസ്, അതായത് എന്താണ് ഓരോ കൾച്ചറിന്റെ ബേസിലും എന്താണ്, അതേപോലെ അവർ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെ, ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഓരോ ഫിസിക്കൽ ക്യാരക്ടർ ഒക്കെ കാണിക്കൂലേ, അങ്ങനത്തെ സംഭവങ്ങൾ. അതായത് നമ്മുടെ സ്കിൻ കളറ്, ഹെയർ കളറ്, പിന്നെ ഹെയറിന്റെ ഒരു ടെക്സ്ചർ, ഫേഷ്യൽ ഷേപ്പ്, ഇങ്ങനത്തെ ഫിസിക്കൽ ആയിട്ടുള്ള ട്രേറ്റ്സുകൾ, ഇതാണ് റേസിൽ പറയുന്നത്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സോഷ്യൽ കാറ്റഗറൈസേഷൻ തന്നെ നടക്കും. ഇപ്പോൾ ഒരു ഫോറിൻ ആയിട്ടുള്ള ആൾക്കാരും നമ്മളായിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരും കണ്ട് നമുക്കൊരു കമ്പാരിസൺ വരില്ല, നമ്മളൊരു കാറ്റഗറൈസേഷൻ നടത്തൂലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ എന്താണ് ജനറ്റിക്കലി പാസ് ചെയ്ത് വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാമെന്ന് മാത്രം. ഓക്കെ ആണോ? അടുത്തത് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. അവിടെ എന്താ പറഞ്ഞത്, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ചുറ്റുപാടുമായിട്ടുള്ള ഫാക്ടറും. യെസ്, അതായത് അവര് വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല, അവരുടെ സറൗണ്ടിങ്സ്, അതിലെന്തൊക്കെ ഉണ്ടാവും, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതേപോലെ ആ സോഷ്യൽ റിലേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതാണ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. അവിടെ പറയുന്നുണ്ട്, നമ്മുടെ നോട്ടിൽ പറയുന്നുണ്ട്. എടാ, ഞാനെന്തോ ലാപ്പിന്റെ ചാർജർ എടുക്കാണ്ട് വന്ന് ഇങ്ങോട്ട് വന്നപ്പോ ലാപ്പില്ല, നോട്ടും ഇതൊക്കെ പാടൊപ്പം നോക്കണം. അപ്പോൾ എന്താണ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞ എയർ, സൺലൈറ്റ്, ന്യൂട്രീഷൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടീൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റ്സിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്താണ് ഇതിൽ തന്നെ ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ തന്നെ ഇത് രണ്ടായിട്ടാണ് പറയുന്നത്. അതായത് ആ കുട്ടീൻ്റെ ഗ്രോത്തിനെയും ബിഹേവിയറിനെയും ഡെവലപ്മെന്റ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവിറോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കുട്ടി വളർന്നു വരുന്ന സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ കുട്ടി വളർന്നു വരുമ്പോൾ നാച്ചുറലി കിട്ടുന്ന കാര്യങ്ങളും, അതേപോലെ ആ കുട്ടിയുടെ സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെ കിട്ടുന്ന കാര്യങ്ങളും. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എയർ, സൺലൈറ്റ്, ന്യൂട്രീഷൻ, ഡിസീസ്, അതേപോലെ അവർക്ക് വരുന്ന അസുഖങ്ങൾ, അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ കുട്ടികളൊക്കെ ആകുമ്പോൾ വീഴും, അങ്ങനെ എന്താണ് തലപൊട്ടും അവിടെ പൊട്ടും, അങ്ങനെ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങൾ. കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി, പൊസിഷൻ ഇൻ ദി ഫാമിലി എൻവിറോൺമെന്റ്. അതായത് എന്താണ് പൊസിഷൻ ഇൻ ദി ഫാമിലി എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ, പൊസിഷൻ ഇൻ ദി ഫാമിലി എൻവിറോൺമെന്റ്, അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആ ചുറ്റുപാടില് ആ ഏരിയയില് അവരുടെ ഫാമിലി എങ്ങനെയുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതാ. അതായത് അതൊരു സംഭവമാണ്. പിന്നെ നമ്മളുടെ ബർത്ത് ഓർഡർ നോക്കിയിട്ട് നമുക്കൊരു പൊസിഷൻ ഉണ്ടാവും. പിന്നെ ആ സെക്കൻഡ് ചൈൽഡ് ആണ്. അപ്പോൾ എന്താണ് നമുക്ക് അവർ തരുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ മൂത്ത ആള് ഭയങ്കര റെസ്പോൺസിബിൾ ആണ്, അങ്ങനെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഞാൻ റെസ്പോൺസിബിൾ ആവുക വീട്ടിലത്തെ കാര്യങ്ങളിലല്ല, ഈ വർക്ക് റിലേറ്റഡ്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കലി എന്തെങ്കിലും ചെയ്യേണ്ടത്, അതേപോലെ അങ്ങനത്തെ വലിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ കുറച്ച് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകുന്നില്ലേ. ഇപ്പൊ ബാങ്ക് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, എട്ടി പോവുക, പൈസ എടുക്കുക, എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യത്തിൽ ഞാൻ കുറച്ച് റെസ്പോൺസിബിൾ ആയിരിക്കും. പക്ഷെ അങ്ങനെ വീട്ടിലത്തെ പരിപാടി മീൻസ് ഡെയിലി വീട് ക്ലീൻ ചെയ്തോ അങ്ങനത്തെ പരിപാടിയിൽ ഞാൻ എൻഗേജ്ഡ് ആവില്ല. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഫാമിലിയിൽ ഒരു പൊസിഷൻ ഉണ്ടാവില്ലേ, നമ്മുടെ ഒരു ബർത്ത് ഓർഡർ നോക്കിയിട്ടൊക്കെ നമുക്ക് തരുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടാവില്ലേ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഡെവലപ്മെന്റ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ 4 മക്കളായിട്ട് ചെറിയ ആളെ ഞങ്ങൾ കൊഞ്ചിച്ച് വഷളാക്കി എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ ഒരു മൂപ്പര് ഓർമ്മയില്ല, സൈക്കോളജിസ്റ്റ് ഒരാളുണ്ട്, അയാള് ബർത്ത് ഓർഡറിനെ കുറിച്ച് പറഞ്ഞേക്കണം. അപ്പൊ അതില് ഫസ്റ്റത്തെ ആൾ എങ്ങനെയാണ്, ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും, ഒരു മദറി ഫീൽ തരുന്ന ആളായിരിക്കും എന്ന് പറയുന്നുണ്ട്. സെക്കൻഡത്തെ ആള് എന്താണ് കുറച്ചുകൂടെ പാസീവ് ആയിരിക്കും, മീൻസ് എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ അങ്ങനത്തെ ക്യാരക്ടർ കാണിക്കും. തേർഡ് പേഴ്സണിനെ എങ്ങനെ പറയുന്നത് അറിയോ, ആ വീട്ടിൽ നിന്ന ആവശ്യമുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമുണ്ട്, എന്നാൽ അയാൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അങ്ങനെ എന്താണ് ഫോർത്ത് ചൈൽഡിനെ ബേബി ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ എൻ്റെ തേർഡ് വണ്ണിന് ഞങ്ങളുടെ എൻ്റെ താഴെയുള്ള ആളെ നമ്മളെപ്പോഴും അങ്ങനെ പറഞ്ഞ് കളിയാക്കും. കാരണം ഓളില്ലാണ്ട് പറയത്തൊരു പരിപാടി നടക്കൂല, പണിയൊക്കെ കഴിയണമെങ്കിൽ ഓളും ആണേനും ഇന്ന് ഓളൊരു വിലയില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത്. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഒരു പൊസിഷൻ, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രയോറിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ അത്, അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ആ ഒരു എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്? അതായത് ആ കുട്ടി ജനിച്ചിട്ട് ഉണ്ടാവുന്ന നമ്മളിപ്പോ ഒരു കുട്ടി ജനിച്ച് എത്രയോ ദിവസങ്ങൾ നമ്മൾ സൺലൈറ്റിലൊക്കെ പിടിക്കൂലേ, അവർ ബ്രീത്ത് ചെയ്യുന്ന എയർ, അതൊക്കെ അത്രയും എന്താണ് സേഫ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം അല്ലെ. അവർക്ക് കൊടുക്കുന്ന ന്യൂട്രീഷൻ, അവർ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും നോക്കണം. പിന്നെ അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതിനൊക്കെ എന്ത് ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. പറഞ്ഞോട്ടെ ബാക്കി, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്, 2 ടൈപ്സ് പറയുന്നുണ്ട് എൻവിറോൺമെന്റൽ. ഇപ്പൊ നമ്മള് ഫാക്ടേഴ്സിൽ ഹെറിഡിറ്ററി ഓർ ജനറ്റിക് പറഞ്ഞു. എൻവിറോൺമെന്റിൽ എന്തുണ്ട്, 2 ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഏതൊക്കെ പറഞ്ഞത്, നാച്ചുറൽ ആൻഡ് സോഷ്യൽ. എന്തായിരിക്കും നാച്ചുറൽ ആൻഡ് സോഷ്യൽ എന്ന് പറയുമ്പോൾ? നമ്മളിപ്പോ പറഞ്ഞ സംഭവം നമ്മളിപ്പോ പറഞ്ഞതിൽ ഫുൾ ആയിട്ട് പറഞ്ഞു. ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, നാച്ചുറൽ ആൻഡ് സോഷ്യൽ. നിങ്ങളുടെ ഒരു ഐഡിയക്ക് പറഞ്ഞു,
നാച്ചുറലി നമുക്ക് എന്തൊക്കെ കിട്ടണം എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ സേഫ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കണം അല്ലെ. ആ കുട്ടി എന്തൊക്കെ ഇപ്പൊ നമ്മൾ പറയില്ലേ ആളുടെ ഒരു നേച്ചർ അങ്ങനെയാണെന്ന് പറയില്ലേ, ആ ഒരു സംഭവം. അതായത് നേച്ചുറലി കിട്ടേണ്ട ഒരു സംഭവങ്ങൾ എന്തൊക്കെയാണ്? നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പറയാം. അതായത് ആ കുട്ടി നിൽക്കുന്ന ആ ഒരു നേച്ചുറൽ കണ്ടീഷൻ. ഇപ്പൊ ഒരു ന്യൂ ബോൺ ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ എന്താക്കും, അവർക്ക് കിടക്കാനുള്ള റൂമോ സംഭവങ്ങളും അത്രയും സേഫ് ആക്കി വെക്കും അല്ലെ. അത് നല്ല എയറും സൺലൈറ്റും അതുപോലെ എന്താണ് അവർക്ക് ഫിസിക്കലി എഫക്റ്റ് ചെയ്യാൻ പറ്റൂല. ഭയങ്കര ചൂടുണ്ടെങ്കിലും ഓവറായിട്ട് തണുക്കുന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ കെയർ ചെയ്യണം അല്ലേ. അപ്പൊ ഒരു നാച്ചുറൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് അത്രയും സേഫ് ആയിട്ടുള്ള, ആ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ അത്രയും സേഫ് ആയിട്ടുള്ള എയർ. ഇപ്പൊ നല്ല പൊല്യൂഷൻ ഉള്ളിടത്ത് നിൽക്കുന്ന കുട്ടിക്ക് എന്തുണ്ടാവും, അങ്ങനത്തെ ഒരു എൻവിറോൺമെന്റൽ കണ്ടീഷനിലാണെങ്കിൽ ആ കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടും. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നടക്കില്ല. കുട്ടിയുടെ എന്താണ് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ലോ ആവും. മീൻസ് വളർന്നു വരുന്ന സിറ്റുവേഷനിൽ അത്രയും എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നടക്കൂല അല്ലെ. അപ്പൊ കുട്ടി ബ്രീത്ത് ചെയ്യുന്ന എയർ, സൺലൈറ്റ്, ആ കുട്ടി എന്താണ് ലിവ് ചെയ്യുന്ന ക്ലൈമറ്റും വെതറും ഒക്കെ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് എന്താണ് അനുകൂലമായിട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മള് ഒരു ചെറിയൊരു കുട്ടി, ഒരു ന്യൂ ബോണിനെ നമ്മൾ എന്ത് ചെയ്യും, സൺലൈറ്റ് കാണിക്കും. അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു പ്രോപ്പർ ഗ്രോത്ത് അവിടെ നടക്കുന്നില്ല. കുട്ടികളുടെ മഞ്ഞ വരൂലേ, അവരുടെ ആ സ്കിന്ന് എന്താ അത് മഞ്ഞപ്പിത്താവും തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സൺലൈറ്റിൽ കാണിക്കും. ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ നാച്ചുറൽ ആയിട്ട് വരുന്ന എയർ, വാട്ടർ, ക്ലൈമറ്റ്, വെതർ, ഇങ്ങനത്തെ സംഭവങ്ങളാണ് നാച്ചുറൽ ഡെവലപ്മെന്റ്സിൽ പറയുന്നത്. ഓക്കെ. ആ കുട്ടിക്ക് ഒരു എന്താണ് സേഫ് ആയിട്ടുള്ള ഒരു ഫിസിക്കലും സേഫ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ, കുട്ടിയുടെ സറൗണ്ടിങ്സ് എന്ത് ചെയ്യാണ്, സേഫ് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള എൻവിറോൺമെന്റ്. ഇപ്പൊ ഭയങ്കര എന്താണ് പൊല്യൂഷനും അതും ഇതും, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാത്ത ഒരു സ്ഥലത്ത് കിടക്കുന്ന കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള എന്ത് വരും, ഡെവലപ്മെന്റൽ ഇഷ്യൂസ് വരും. എന്താണ് എന്തെങ്കിലും ഡിസോർഡർ വരും, എന്തെങ്കിലും ഡിസീസ് വരും. അത്രേ ഉള്ളൂ അതില് നാച്ചുറൽ ഡെവലപ്മെന്റില്. ഓക്കെ ആണോ? നേച്ചുറൽ അതായത് നമ്മളൊരു പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അതായത് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ രണ്ട് സംഭവങ്ങൾ. ഒന്നാണ് എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ കുട്ടി വളർന്നു വരുന്ന ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും, ആ കുട്ടിയുടെ എന്താണ് സറൗണ്ടിങ്സിലുള്ള ആളും റിലേഷൻഷിപ്പും ഫാമിലി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എൻവിറോൺമെന്റൽ. അപ്പോൾ എന്താണ് അതിൽ നാച്ചുറൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെ പറയാ, ആ കുട്ടിയുടെ ആ കുട്ടി ബ്രീത്ത് ചെയ്യുന്ന എയർ, ആ കുട്ടിയുടെ കിട്ടുന്ന സൺലൈറ്റ്. ഇപ്പൊ ഒരു ചെടിയാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും എന്ത് വേണം, സൺലൈറ്റ് വേണം അല്ലേ, അതിന് ഒരു പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാവാന്. അത്രേ ഉള്ളൂ. ആ ഒരു കുട്ടിയുടെ ക്ലൈമറ്റ്, വെതർ, ഇങ്ങനത്തെ സംഭവങ്ങൾ. കുട്ടിക്ക് എന്ത് വേണം, ഒരു സേഫ് ആയിട്ടുള്ള ഫിസിക്കൽ എൻവിറോൺമെന്റ് വേണം. അത്രേ ഉള്ളൂ അവിടെ പറയുന്നത്. അതേപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, ഫുഡ്, ഇങ്ങനത്തെ ഐറ്റംസ്. ഓക്കെ. പിന്നെ അടുത്തത് പറയുന്നത് സോഷ്യൽ എൻവിറോൺമെന്റ് ആണ്. സോഷ്യൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? സോഷ്യൽ സാമൂഹികമായിട്ടുള്ള ഇടപഴകൽ. അതിലെന്തൊക്കെ വരും? അത് പാരന്റ്സ് ആയിട്ടും കസിൻസ് ആയിട്ടും ഒക്കെ ഉള്ള കുട്ടിന്റെ മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ. അതായത് ആ കുട്ടിയുടെ സറൗണ്ടിങ്സിലുള്ള പേഴ്സൺസ് ആണ് അല്ലേ. അത് സൊസൈറ്റിയിൽ ആ കുട്ടി ആരോടൊക്കെ മിങ്കിളാവും, അവരുടെ പ്രൈമറിലി അവർ ഫസ്റ്റ് സ്റ്റേജിൽ അവരുടെ കെയർ ടേക്കേഴ്സ്, പാരന്റ്സ്, പിന്നെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ഇങ്ങനത്തെ കുറേ ആളുകളായിട്ട് എന്ത് ചെയ്യും, ആ കുട്ടി ഒരു സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാരായിട്ട് അവരുടെ സറൗണ്ടിങ്സിൽ കുറേ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ കുറേ റിലേഷൻഷിപ്പ്, നമുക്കാണെങ്കിലും നമ്മൾ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, മിങ്കിൾ ചെയ്യും. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ, അതേപോലെ ആ കുട്ടിയുടെ നല്ലൊരു സോഷ്യൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കുട്ടിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിക്ക് നല്ലൊരു സോഷ്യൽ ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ഇവിടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ. കൾച്ചർ, ഫാമിലി ഹെറിറ്റേജ്, സോഷ്യൽ ഫോഴ്സസ്. അതായത് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഫോഴ്സസ് ഉണ്ടല്ലോ, മീൻസ് ഇപ്പൊ കൺഫോമിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇപ്പൊ ഒരു എവിടെയെങ്കിലും ഒരു ഹോട്ടലിലോ സംതിങ് എവിടെയെങ്കിലും പോവാം. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞു എനിക്ക് ബിരിയാണി മതി, അപ്പൊ അടുത്ത ആളും എനിക്ക് ബിരിയാണി മതി. ഇപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ബിരിയാണി വേണ്ട, വേറെ എന്തെങ്കിലും മതി എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവും. പക്ഷെ ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, മീൻസ് അവരൊക്കെ അതല്ലേ പറഞ്ഞ് ഞാൻ എങ്ങനെ ഇത് പറയാ, അങ്ങനത്തെ ഒരു മൈൻഡ് വരൂലേ. അങ്ങനത്തെ സംഭവങ്ങൾ വരെ അതിന് പറയുന്ന പേരാണ് കൺഫോമിറ്റി. ആ സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുടെ അപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ മാറ്റും അല്ലെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് പ്രഷറൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്യാരക്ടറിനെ ഡെവലപ്മെന്റിന്, നമ്മുടെ ഒരു തിങ്കിങ്ങിനെയൊക്കെ ചെയ്യുന്നുണ്ട്, സ്ട്രെസ് ചെയ്യും ചിലപ്പോൾ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. സോഷ്യലി വരുന്ന റൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? അതായത് ആ കുട്ടിയുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകള്, ആ കുട്ടിയുടെ ഒരു റിലേഷൻഷിപ്പ്, ആ കുട്ടിയുടെ ഫാമിലി, കൾച്ചർ, ആ കുട്ടി ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രഡീഷൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ പറയും പരമ്പരാഗതമായി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്താണ് എൻ്റെ ഒരു ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഉപ്പാൻ്റെ അനിയന്മാര് സംഭവങ്ങളൊക്കെ എന്താണ് ഉസ്താദുമാരാണ്. അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടും ഞാൻ വളർന്നു വരുമ്പോ എനിക്ക് ഓരൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി എന്നുള്ള ഒരു സംഭവത്തിൽ നമ്മളിങ്ങനെ വളർന്നു വരുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഇത്ര ലിമിറ്റേഷൻ ഉണ്ട് അവിടുന്ന്. അപ്പൊ നമുക്കൊരു സ്ട്രെസ് ഉണ്ട്, മീൻസ് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ അവിടുന്ന് നമുക്ക് എന്താണ്, നമ്മൾ കൂടുതൽ ലേൺ ചെയ്യുന്നതിലൂടെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു സംഭവത്തിൽ തിങ്ക് ചെയ്യാനുള്ള നമ്മളുടെ ആ തിങ്കിങ് കപ്പാസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നാലുള്ള നമ്മളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാം. അങ്ങനത്തതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഇതിലൂടെ നമുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പൊ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഗുഡ് സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മളിൽ നടക്കും. എനിക്ക് അങ്ങനത്തെ ഫോക്സ് ഉണ്ടായിരുന്നു എന്നല്ല കേട്ടോ, എന്താണ് എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എന്താണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് ഏത് ലെവലിലേക്കാണോ പഠിക്കേണ്ടത്, എങ്ങനെയാണോ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുക. പക്ഷെ ബേസിക് ആയിട്ടുള്ള റൂൾസ് നമുക്ക് ഇപ്പോ നമ്മുടെ ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിലൊന്നും ഡിലേ വരുത്തരുത്, അതൊക്കെ നല്ല രീതിക്ക് പോകണം, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അല്ലാതെ എന്താണ് ഇങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ നടക്കണം, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു എന്നല്ല. നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിലും നമ്മുടെ ഒരു ലേണിംഗ് സ്കില്ലിലും നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് പുറത്തുപോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൂടിയപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തൂടെ എന്നുള്ളൊരു സംഭവം നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ ഫാമിലി ആയിട്ടൊക്കെ. ഇതിലൊക്കെ ഒരു ചേഞ്ച് വർത്തിക്കൂടെ എന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഡെവലപ്ഡ് ആയതാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ എന്താണ് നമ്മളിപ്പോ ഭയങ്കര നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ടാവും, നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതിന്നൊക്കെ എന്താണ് ഞാൻ ഏത് രീതിക്ക് ഡെവലപ്പ് ആവണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഡിസൈഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു സറൗണ്ടിങ് നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ നമ്മള് കാരണം ഇൻഫ്ലുവൻസ്ഡ് ആവുന്നവരും മോട്ടിവേറ്റഡ് ആവുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാം. അതാണ് ഈ സോഷ്യൽ എൻവിറോൺമെന്റിൽ ആളുകളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അത് നമ്മുടെ കൾച്ചർ കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഇപ്പൊ അതൊന്ന് ഫോളോ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളായിരിക്കും ഇനി മേ ബി വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് കുറെ കാര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ അവര് നമ്മളെ പോവും, അത്രേ ഉണ്ടാവുക. ഇപ്പൊ ഞാൻ എന്റെ കുട്ടീനെ വളർത്തുമ്പോൾ തന്നെ പറയും, ഇവരൊക്കെ ഭാവിയിൽ നമ്മളെന്നെ പറഞ്ഞ് കേട്ട് അങ്ങനെ നിക്കണം എന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ അവരെ നല്ലൊരു രീതിക്ക് വളർത്താം, എന്നിട്ട് അവരെന്താണോ ആവുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സോഷ്യൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ
എന്താണ് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം, നമ്മളെങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരിക്കും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ അല്ല. നമ്മളിപ്പോ ഫാക്ടേഴ്സിൽ ഹെറിഡിറ്ററി, ജനറ്റിക് ഫാക്ടർ അല്ലേ, പിന്നെ എൻവിറോൺമെന്റിൽ എന്തുണ്ട്, നേച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവങ്ങളും ഉണ്ട്, അതേപോലെ സോഷ്യൽ എൻവിറോൺമെന്റിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളും ഉണ്ട്. അത് 2 സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? പിന്നെ ഇനി അടുത്തത് വരുന്നത് 2 സ്റ്റേജസ് ആണ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ വരുന്ന 2 സ്റ്റേജസുകൾ. അതൊക്കെയാണ് പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ. പ്രീനേറ്റൽ എന്ന് പറഞ്ഞാൽ ബിഫോർ ബർത്ത്, അതായത് ആ കുട്ടിയുടെ ഒരു ജനനത്തിന്റെ മുന്നുള്ള കാര്യങ്ങളും, പിന്നെന്താണ് പോസ്റ്റ് നാറ്റൽ, ആഫ്റ്റർ ബർത്തുമാണ് വരുന്നത്. ഓക്കെ, നമുക്കതൊക്കെ പോവാം അല്ലേ. ഈ ഒരു ഹെറിഡിറ്ററി അതേപോലെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 2 സ്റ്റേജസ് പറയാം. നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും എഫക്ട് ചെയ്യുന്ന 2 അടുത്ത ഫാക്ടേഴ്സ്, അതായത് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്ന 2 സ്റ്റേജസ് ആണ് കേട്ടോ. എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്ന 2 ടൈപ്സ്. ഓക്കെ, പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ്നാറ്റൽ. എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതാം. പ്രീനാറ്റൽ ഒന്ന് വായിക്കോ. പ്രീനാറ്റലിൽ എന്തൊക്കെ പോയിന്റ്സാ വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ജസ്റ്റ് പോയിന്റ് മാത്രം നോക്കണ്ട, നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. വായിച്ചോ. പ്രീനാറ്റൽ വായിച്ചോ. Prenatal, maternal health. Second, mother's physical and mental condition. Third, nutrition. Fourth, use of drugs or alcohol. Fifth, accidents. Postnatal വായിക്കണോ? വേണ്ട, പ്രീനാറ്റൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രീനാറ്റൽ നമ്മൾ പറഞ്ഞു എന്താണത്. പ്രീ എന്ന് പറയുമ്പോൾ മുന്നേ, ബിഫോർ ബർത്ത്, ഒരു കുട്ടിയുടെ ബർത്തിന്റെ മുന്നേ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ബർത്തിന്റെ മുന്നേ എന്താണ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അതായത് ഒന്നാമത് മെറ്റേണൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ആ മദറിന്റെ ഫിസിക്കൽ ഹെൽത്ത്. ആ മദറിന്റെ ഹെൽത്ത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ബേബിന്റെ ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, മദേഴ്സ് എപ്പോഴും എന്തായിരിക്കണം, ഇപ്പോൾ കൺസെപ്ഷന് വേണ്ടിയിട്ട് എന്താണ്, കൺസീവ് ആവാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നവരൊക്കെ എന്ത് ചെയ്യണം, ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കണം അല്ലേ. അതാണ് പറഞ്ഞിട്ടുള്ളത്. മദറിന്റെ എന്താണ് ഹെൽത്ത്, പ്രഗ്നൻസി ടൈമിലുള്ള മദേഴ്സിന്റെ ഹെൽത്ത് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മെറ്റേണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് മദേഴ്സിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ അല്ലേ. എന്താണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ എപ്പോഴും എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. ആ ഒരു മെന്റൽ കണ്ടീഷൻ ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ കുറേ പേര് എന്നോട് പറഞ്ഞു, ഞാൻ മറ്റേ പ്രഗ്നൻസിന്റെ ചൈൽഡ് ബർത്ത് ആ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് പാർട്ടത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഒരു കേസ് ഒക്കെ എടുത്തേനു. ഇപ്പോൾ ഈ കൗൺസിലിംഗ് സൈക്കോളജിന്റെ ക്ലാസ് തുടങ്ങിയ ടൈമില് എന്നോട് ഞാനും ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തുകൊണ്ടാണ് കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുന്നതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാണ്. മീൻസ് എന്താണ്, എൻ്റെ പോസ്റ്റ് പാർട്ടം ടൈമിൽ തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഹെൽപ്ലെസ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. അപ്പോൾ ഈ മദേഴ്സിന്റെ മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അപ്പോൾ എന്തുണ്ടാവണേ, മെന്റൽ കണ്ടീഷൻ ഹെൽത്തി അല്ല, അവിടെ സ്ട്രെസ് കൂടാണ്. അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, അതിന്റെ ഒരു ഡെവലപ്മെന്റ് ഇവിടെ കൂടും. ഈ ഒരു എന്താണ് മെറ്റേണിറ്റി പീരീഡിൽ, ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ എന്ത് ചെയ്യണം, സ്ട്രെസ്ഡ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും,
കോർട്ടിസോളിന്റെ ലെവൽ കൂടും. കോർട്ടിസോളിന്റെ ലെവൽ കൂടുമ്പോൾ എന്താണ്, ഈ ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ആ കുട്ടി എന്താണ് സ്വാഭാവികമായിട്ടും ഒരു ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരാളാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് മെന്റലി ഫ്രഷ് ആയിരിക്കണം. മീൻസ് നമ്മളിതിന് ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി സംഭവിച്ചിട്ട് വന്നവരുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്യാത്തൊരു ലെവലിൽ പ്രഗ്നന്റ് ആയ ഒരാളാണ്. മീൻസ് ഞാൻ 4th സെമ്മിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഞാനിങ്ങനെ ആഹാ നന്നായിപ്പോയി. മീൻസ് നമ്മൾ അത്രയും ഒരു എഫേർട്ട് ഇട്ടിട്ട് പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് എന്താണ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതൊക്കെ വന്നിക്കുക. നമുക്ക് അതിൻ്റെ വൈവിയും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഭാരതീയർ യൂണിവേഴ്സിറ്റീൻ്റെ ഹെഡാ വരിക നമുക്ക് ഇതിന് അതിൻ്റെ വൈവൊക്കെ നടത്താൻ. ആ തള്ളാണെങ്കിൽ എൻ്റെ മക്കളെ അത് ഇരുത്തി പൊരിച്ചു ഇങ്ങനെ ഇരിക്കണ്ടോ. ഞാൻ എന്നിട്ട് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയറൊക്കെ ഇട്ടാന്നവര് ഇരുന്ന് പറഞ്ഞോന്ന് പറഞ്ഞു. പ്രൊജക്ടിന്റെ വൈവൊക്കെ അരമണിക്കൂർ ഇരുന്ന് പറഞ്ഞൊക്കെ നമ്മൾ ചെയ്ത പ്രൊജക്ട്. അപ്പൊ അത്രയും പ്രഷറിലാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. അപ്പൊ എനിക്ക് ആ ടൈമിൽ ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ആടാ ചിരിക്കടാ. ഞാൻ എന്നിട്ട് ചെയറൊക്കെ ഇട്ടിരുന്നിട്ട് ഞാനിങ്ങനെ ഒരു പിന്നൊക്കെ സ്ക്രീനിക്കൊക്കെ ഞാൻ അങ്ങനെ അന്തം കൊടുക്കും. കാരണം എന്റെ പ്രൊജക്ട് ചെയ്തിരിക്കണത് മോസ്റ്റ് അത് ഫുള്ള് ചെയ്തിരിക്കണത് അതിന്റെ റെസ്പോൺസ് ഷീറ്റ് ചെയ്തിരിക്കണ എന്റെ കെട്ടിയാണ്, അതിന്റെ കാൽക്കുലേഷൻ ചെയ്തിരിക്കണ എന്റെ ഫ്രണ്ട്. എന്നിട്ട് ഇവര് രാത്രി ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ്. എനിക്ക് കേട്ട് പരിചയമുള്ളൂ. ഞാൻ ഒക്കെ പക്കാ ഹാൻഡിൽ ചെയ്ത് എന്താ തിയറി പ്രാക്ടിക്കലൊക്കെ പഠിച്ചു പോകുന്ന ആളാണ്. എനിക്ക് ജീവെല്ലാം നീക്കാന് എടുക്കുന്നിട്ട് ഇവരൊക്കെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ പൊന്തിച്ചു വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ പോയിട്ട് ഡ്രിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വരും. എന്നിട്ട് എങ്ങനെ നീച്ചിരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ നമ്മുടെ റമദാന്റെ ടൈമിലായിരുന്നു. എന്നിട്ട് ഇവരൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കേൾക്കൂലേ, പിന്നെ ഒരാരും തിന്നാൻ സമ്മതിച്ചിരുന്നില്ല. കാരണം എനിക്ക് സ്മെല്ല് എടുക്കുമ്പോൾ എന്താക്കും എനിക്ക് വോമിറ്റിങ് വരും. അപ്പൊ ഇവര് പൊരിച്ച കടിയൊക്കെ ഉണ്ടാക്കും അവര് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന ടൈമില്. ഞാൻ സമ്മതിക്കൂല. അങ്ങനെയാണ്. അപ്പൊ എന്താണ് അപ്പോഴുള്ള ഒരു മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് കുട്ടീനെ എഫക്ട് ചെയ്യുമെന്ന് അറിയുന്നോണ്ട് തന്നെ എന്താക്കി എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സെയിം എന്താണ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ. അപ്പൊ ആ ഒരു ഫിസിക്കൽ ഞാൻ ഭയങ്കര വീക്ക് ആയിരുന്നു. ഞാൻ അന്ന് എത്രയായിരുന്നു വെയിറ്റ് ഒക്കെ 35 ആയിരുന്നു വെയിറ്റ്. ഇപ്പൊ ഞാൻ സെയിം 35 എത്തിക്കണം. ഡെലിവറി ടൈമിൽ 45 ആയിരുന്നു. ഇപ്പൊ ഓടാൻ തുടങ്ങിയപ്പോ അവന്റെ കൂടെ ഓടാൻ തുടങ്ങിയപ്പോ പിന്നെ 35 ആയി. അങ്ങനെ. അപ്പൊ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടിനു. അപ്പൊ എന്ത് ചെയ്യും, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും അല്ലെ. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷനും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ന്യൂട്രീഷൻ എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ട് എത്ര നോക്കാത്ത ഫാമിലിയാണ്, എത്ര കച്ചറ ഫാമിലിയാണെങ്കിൽ എന്തെങ്കിലും പ്രഗ്നന്റ് ആകുമ്പോൾ കുട്ടിയുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. കുട്ടിക്ക് നമ്മുടെ നിന്നാണ് എന്ത് പോകുന്നത്, ഫുഡ് പോകുന്നതിൽ. അപ്പോൾ നമ്മൾ എന്താണ് എപ്പോഴും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലുള്ള ന്യൂട്രീഷൻസ് അനുസരിച്ച് കുട്ടിയുടെ ഫിസിക്കലും അതായത് ശാരീരികമായിട്ടുള്ളതും ബ്രെയിനിന്റെ ഒക്കെ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിന്റെ ഒക്കെ വളർച്ചേനെ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ന്യൂട്രീഷൻ. ഓക്കെ. അപ്പോൾ നല്ല ന്യൂട്രീഷൻസ് ഒക്കെ ഇൻടേക്ക് ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്, യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. അടുത്തത് ഈ പോയിന്റ് ഓക്കെ അല്ലേ? മെറ്റേണിറ്റി ഹെൽത്ത്, ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷന്, നമ്മളിപ്പോൾ എന്താ പറഞ്ഞ ന്യൂട്രീഷന്. ഓക്കെ ആണോ? ഇതൊക്കെ എനിക്ക് ജസ്റ്റ് പോയിന്റ് ആയിട്ടുള്ളവർ പറഞ്ഞിരിക്കണെങ്കിലും നമുക്കിങ്ങനെ എലാബറേറ്റ് ചെയ്ത് എഴുതാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ. പിന്നെ അടുത്തത് വരുന്നത് യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഏതൊരു സ്റ്റഡിയിൽ ഉണ്ടായിരുന്നേ, ഇവിടെ അല്ല, എന്താണ് US-ലെങ്ങാനോ തോന്നുന്നുണ്ട്, ഏതോ ഒരു ഫോറിൻ കൺട്രിയില് എന്ത് ചെയ്തു, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അതായത് കുറെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ ഒരു ഗ്രോത്ത് കൂടാൻ തുടങ്ങിയപ്പോൾ അതിലൊരു സ്റ്റഡി നടത്തിയതാ. അപ്പോൾ എന്തുണ്ട്, അവരൊക്കെ ഏതെങ്കിലും ഒരു രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എത്രയോ മന്ത്സ് മുന്നേ എന്ത് ചെയ്യണം, അവളിപ്പോൾ ഒരു ആൽക്കഹോളോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് എടുത്തു എന്ന് വിചാരിച്ചോ,
അതിന്റെ ഒരു എഫക്റ്റ് ഇല്ലേ 40 days നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഇത് അഡിക്റ്റ് ആയി പോകുന്നവരും ഇത് എന്താണ് ഞാൻ ഒക്കേഷണലി എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ എടുക്കുന്നു എന്നുള്ള അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കേസ് വരുമ്പോൾ ഉണ്ടാവും ഞാൻ എപ്പോഴും എടുക്കില്ല, ഞാൻ എന്താണ് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകുമ്പോൾ അങ്ങനെ. പക്ഷെ ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് 40 days നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബോഡിയിൽ എത്രയോ സെൽസിന്റെ എന്ത് നടക്കുന്നുണ്ട്, ഡാമേജ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എഫക്റ്റ് മാറിയിട്ട് ഇതൊന്ന് റിപ്പയർ ചെയ്ത് വരാൻ 40 days കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ പിന്നെ കൊടുത്താൽ എന്താവും, നമ്മുടെ സെൽസിൽ പിന്നീട് എന്താണ് സംഭവിക്കുക, അത് പിന്നെയും വീക്കാവും. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവര് എത്രയോ മന്ത്സ് മുന്നേ ഈ ആൽക്കഹോൾ എടുക്കുന്നവരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തൊരു അയണിന്റെ ടാബ്ലറ്റ് ഇല്ലേ, ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് തുടങ്ങണമെന്ന് പറയാം. അപ്പോൾ എന്താണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, ഓള് എന്താണ് ഒക്കേഷനിലൊക്കെ ഒന്നടിക്കുന്ന ആളാ. അപ്പോൾ ഓൾക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താക്കി, ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റേ അതിന്റെ ഫോളിക്കിന്റെ ടാബ്ലറ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങിയാണ്, ഫോളിക് ആസിഡിന്റെ. അപ്പോൾ അതാ പറയുന്നത്, അതായത് പ്രഗ്നൻസി പീരീഡിലും അതിന്റെ കുറച്ച് മാസം മുന്നേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആൽക്കഹോൾ യൂസേജ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. എന്നാലേ ഉള്ളൂ അവിടെ ഫീറ്റലിന്റെ, അതായത് അവർ വളർന്നു വരുന്ന കുട്ടീന്റെ ഒരു ഡെവലപ്മെന്റിനെ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അത് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ഇതിന്റെ യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതെന്ത് ചെയ്യും, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്. ഇപ്പൊ ആ സ്റ്റഡി പറഞ്ഞില്ലേ, അവിടെ എന്തുണ്ടായത്, ഈ ഒരു ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ഒരു എണ്ണം കൂടി പോപ്പുലേഷൻ എടുത്ത് നോക്കിയത്. അപ്പോൾ നടത്തിയ സ്റ്റഡിയിലാണ് അത് മനസ്സിലായത്. ഓക്കെ, പിന്നെ ഒരു ഡിസോർഡർ ഉണ്ട്, അത് എന്താണ് അതിന്റെ പേര്, ഫീറ്റൽ ഡിസ്മോർഫിക് ഡിസോർഡർ എന്നെന്തോ അതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ആൽക്കഹോൾ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ഒരു പാരന്റിന്റെ കുട്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താ പറയുക, അവരുടെ ഫേഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ല. നമുക്കിപ്പോൾ കറക്റ്റ് ഫേസ് ഇവിടെ ലിപ്സും കറക്റ്റാണ്, ഇതൊക്കെ ഇങ്ങനെ അതിലൊക്കെ ചേഞ്ച് മീൻസ് ഡിസ്മോർഫിക് ആവുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ പൊട്ട്, അങ്ങനെ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയിപ്പോ, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉള്ള പാരന്റ്സിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം, അങ്ങനത്തെ എന്താണ് യൂസേജ് ഒക്കെ ഉള്ളവരാണോ എന്ന് നോക്കാം. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പറഞ്ഞത് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? പിന്നെ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എന്ത് നടക്കും, കുട്ടിയുടെ എന്താണ് കുറെ ഇഞ്ചുറീസ് നടക്കും അല്ലെ, കുട്ടിക്ക് കുറെ രീതിക്കുള്ള ഫിസിക്കലായിട്ടുള്ള എന്ത് വരും, അസുഖങ്ങളൊക്കെ വരും. കുട്ടി എന്താണ് ചിലപ്പോൾ മറിഞ്ഞ് വീണിട്ടുണ്ടാവും, തല പൊട്ടിയിട്ടുണ്ടാവും, കാല് പൊട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ തലക്കൊക്കെ വരുന്ന ഇഞ്ചുറീസ് ഇല്ലേ, നമ്മളിപ്പോൾ ഒരു കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ വളർന്നു വന്ന ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും വീണിട്ടുണ്ടോ, മറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. കാരണം ഈ ഒരു ബ്രെയിൻ ഇഞ്ചുറി ഇപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഏത് ഏരിയയിലാണോ ഇഞ്ചുറി നടന്നിട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും പിന്നെ വരുന്ന അസുഖങ്ങളൊക്കെ, മീൻസ് സൈക്കോളജിക്കലി വരുന്ന ഡിസോർഡേഴ്സ് ഒക്കെ. അപ്പൊ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിക്കണോ എന്നൊക്കെ നമ്മൾ കേസ് എടുക്കുമ്പോൾ നോക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാവുന്ന ഇഞ്ചുറീസും ആക്സിഡൻസും ഒക്കെ ഒരു കുട്ടീന്റെ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഹലോ, ശേഷം ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് ബിഫോർ ബർത്ത് കുട്ടികൾക്ക് എങ്ങനെ ആക്സിഡന്റ് സംഭവിക്കുമോ? പാരന്റിൽ ഉണ്ടാവും. പാരന്റ് മീൻസ് ഇപ്പോ എന്താണ്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇത്താത്ത അവര് പ്രഗ്നന്റ് ആവുമ്പോ നമ്മള് കുട്ടി എന്താണ് പ്രീനാറ്റലിലും ഇങ്ങനെ വരും. പ്രീനാറ്റലിൽ നമ്മൾ എന്താവും, പാരന്റ്സ് ഇഞ്ചേർഡ് ആവും, ആക്സിഡന്റ് ആവും. ഇത് എന്താണ് കുട്ടികളുടെ പാരന്റ്സ് ആക്സിഡന്റ് ആവണതല്ലേ പറയണത്? അതെ, എന്താണ് ആഫ്റ്റർ ബർത്ത് എന്താവും, കുട്ടികൾ ഇഞ്ചേർഡ് ആവുന്നുണ്ട്, അത് വേറെ. അത് ഞാൻ കൂട്ടി പറഞ്ഞു അല്ലേ? ഓക്കെ സോറി. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് ബിഫോർ ബർത്ത് പാരന്റ്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പാരന്റ്സ് ഇൻഷുർഡ് ആണ്, നമ്മളിപ്പോ അത്രയും ആ സമയത്ത് കെയർഫുൾ ആവണം, ഒന്ന് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടല്ല. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ താത്ത അങ്ങനെ വീണ്, ഇപ്പൊ
പിന്നെ അവർക്ക് ഒരു കുട്ടികളിൽ അതൊരു ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ കണ്ണിന്റെ സൈഡിലാ തോന്നുന്നുണ്ട്, സൈറ്റിന് പ്രശ്നമോ, അത് പ്രോപ്പറായിട്ടുള്ള പൊസിഷനിലല്ല, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അറിയുന്ന ഒരാൾക്ക് ഇങ്ങനെ ആ ടൈമിൽ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളും അതേപോലെ എന്തൊക്കെയോ വീഴലും ഒക്കെ ഉണ്ടായി. അപ്പോൾ അവരുടെ ഡെലിവറി കഴിഞ്ഞ് വന്ന മകനക്ക് ഇവിടെ അല്ലേ ഒരു ഹോളല്ല, ഒരു നമ്മുടെ ഹാർട്ടിന്റെ പൊസിഷനാണല്ലോ, അത് ഒന്നിങ്ങോട്ട് നീങ്ങിയിട്ട് സെൻട്രൽ പൊസിഷനിലാണ് കുട്ടിക്ക് ഹാർട്ട് വന്നത്. അപ്പം എന്തായി, ഇവിടെ ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ നിൽക്കും, കുട്ടി ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ആക്സിഡൻസോ ഇഞ്ചുറീസോ നമ്മുടെ ഓക്കെ അല്ലാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ കുട്ടികളത് എഫക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഞങ്ങള്? അടുത്തത് പോസ്റ്റ്നാറ്റിൽ അപ്പൊ എന്തായിരിക്കും നമ്മൾ പോസ്റ്റ്നാറ്റിൽ എന്താ പറഞ്ഞേ? ആഫ്റ്റർ ബർത്ത്, അതായത് കുട്ടി ജനിച്ചതിന് ശേഷം ഉള്ള കാര്യങ്ങൾ. അതെ, അതിൽ ഫസ്റ്റ് വായിച്ചോ, ആരെങ്കിലും വായിച്ചോ? Physical environment, living conditions, health and nutrition, use of space and environment, physical illness and accidents. അതായത് ഫിസിക്കൽ എൻവിറോൺമെന്റ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ ആ നാച്ചുറൽ സെറ്റിങ്സ് അല്ലെ, നാച്ചുറൽ കണ്ടീഷനൊക്കെ എന്തായിരിക്കണം, സേഫ് ആൻഡ് ഹെൽത്തി ആയിരിക്കണം എന്നുള്ള കാര്യം. അതാണ് ഫിസിക്കൽ എൻവിറോൺമെന്റിൽ പറയുന്നത്. അവരുടെ ലിവിങ് കണ്ടീഷനും ഹെൽത്തും അവരെടുക്കുന്ന ന്യൂട്രീഷനും അവര് യൂസ് ചെയ്യുന്ന സ്പേസ്, ഇപ്പോൾ അത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, കുറച്ച് ചെയ്യണം, ഹെൽത്തി ആയിട്ടുള്ള വേലയായിരിക്കണം. മീൻസ് അവരിനെ അഫക്റ്റ് ചെയ്യുന്ന ഹസാർഡസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പൊല്യൂഷനും കാര്യങ്ങളും ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ വളർന്ന കുട്ടികളുണ്ടാവില്ലേ, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ആ സംഭവങ്ങൾ അവരുടെ ആ ലിവിങ് സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഫിസിക്കലി ഇൽനെസ് വരും. ഇൽനെസ് എന്ന് പറയുമ്പോൾ കുറെ അസുഖങ്ങൾ വരും, അവർ ആക്സിഡന്റ് ആവാനുള്ള ചാൻസസ് കൂടുന്നുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ്നാറ്റലിനാണ് കേട്ടോ അത് പറയുന്നത്. അവരാ വളർന്നു വരുന്ന സിറ്റുവേഷനും കാര്യങ്ങളും, ഇത്രയും ഫാക്ടേഴ്സ് ഇവിടെ പറയുന്ന ഫിസിക്കൽ എൻവിറോൺമെന്റിൽ പറയുന്നത്. അവരുടെ ഹെൽത്ത്, അവർ ഇൻടേക്ക് ചെയ്യുന്ന ന്യൂട്രീഷൻസ്, അവർ വളർന്നു വരുന്ന കണ്ടീഷന്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു അവർക്ക് എന്ത് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ സർക്കുലേഷൻ വേണം, അതേപോലെ നല്ല സൺലൈറ്റ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഒരു സേഫ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് വേണം എന്നുള്ള കാര്യങ്ങള്. അവരുടെ ചുറ്റും അവര് ഇരിക്കുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ ഇത്രയും നല്ല സേഫ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് വേണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നല്ല ലിവിങ് കണ്ടീഷനും അവർക്ക് നല്ല ഫുഡും അവര് വളർന്നു വരുന്ന ആ ഒരു സ്പേസ്. ഇപ്പൊ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ നമ്മുടെ ആ ഒരു സ്പേസ് നമുക്ക് അത്രയും ഹെൽത്തിയായി സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ പ്രൈമറി നീഡ്സ് എന്ന് പറയും, നമുക്ക് ആദ്യം ഫസ്റ്റ് വേണ്ട ആവശ്യങ്ങൾ എന്ന് പറയും. അതിൽ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്ന് പറയും. മീൻസ് നല്ല ഫുഡ്, വെള്ളം, ഉറങ്ങാനും ആ ഒരു സേഫ് ആയിട്ടുള്ള ഒരു വീട്, ഒരു ഷെൽട്ടർ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതായത് ഫിസിക്കലി ആ കുട്ടിക്ക് എന്തെങ്കിലും ഇൽനെസ് വരുമ്പോ, എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം അല്ലെ. ആ കുട്ടിക്കൊരു ഭയങ്കര ഇപ്പോ ഒരു റോഡ് സൈഡിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അവിടെ കണ്ടുകണം, അവരെത്രയും കെയർലെസ് ആയിട്ട് എത്രയും ഒരു വൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഇൽനെസ്, ഡിസീസസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അവർക്ക് ആക്സിഡൻസും അതേപോലെ അബ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ കൂടുതലായിരിക്കും. അപ്പൊ അവരുടെ ആ ഫിസിക്കൽ എൻവിറോൺമെന്റ് അവർക്ക് സേഫ് അല്ല അല്ലെ. അപ്പൊ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എൻവിറോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടീന്റെ ഒരു ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ് എന്നുള്ളത്. ആ കുട്ടീന്റെ ക്ലൈമറ്റും ആ ഒരു എയറും ഒരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അടുത്ത പോയിന്റ് വായിക്കോ. Intellectual environment. Inquisitiveness, encouragement by providing positive feedback,
chances to explore and experiment. അവിടെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടികളുടെ ഇന്റലിജൻസ് എങ്ങനെയാണ്, അവര് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ, തിങ്ക് ചെയ്യുന്നതിലൂടെ അവർ ആ സംഭവം അപ്ലൈ ചെയ്യും അല്ലേ. ഇപ്പോൾ എന്താണ് അവിടെ പറയുന്നത്, ഇൻക്വിസിറ്റീവ്നെസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ആ കുട്ടികൾക്ക് നമ്മളൊരു ചാൻസ് കൊടുക്കണേ. എന്തിന്, അവർക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവർ വളർന്നു വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇപ്പൊ എന്താ, അതെങ്ങനെ എന്താ, ഇതിങ്ങനെ എന്താ, അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് വരും. അത് ചോദിക്കാൻ അവരെ അനുവദിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറഞ്ഞത്, എൻകറേജ്മെന്റ്. എങ്ങനെ, പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കിലൂടെ അവർക്ക് എന്ത് ചെയ്യണേ, നമ്മൾ നീ അത് ചെയ്തത് ശരിയായിട്ടുണ്ട്, അങ്ങനെ എന്ത് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ പോസിറ്റീവ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. ഇപ്പൊ അത് എന്താണ് നല്ല കാര്യമാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തത് റോങ് ആണെന്നുള്ള രീതിക്കുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെ അവരെ എന്ത് ചെയ്യാം, എന്താണ് മോട്ടിവേറ്റ് ചെയ്യാം. പിന്നെ എന്താണ്, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്, അത് പ്രാക്ടിക്കലി ചെയ്യാൻ. ഇപ്പൊ കുറെ കുട്ടികൾ ചോദിക്കും, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ, എനിക്ക് എന്താണ് ഇങ്ങനെ, എനിക്ക് ഇത് പഠിപ്പിച്ചു തരും, അങ്ങനെ ചോദിച്ചു വരൂലേ. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ അവരെ അലോ ചെയ്യാം, അത് ചെയ്യാൻ അവരെ സമ്മതിക്കാം. എന്നിട്ട് അവര് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാം. എന്നിട്ട് ഒരു ട്രൈ ചെയ്തോട്ടെ, ട്രൈ ചെയ്തിട്ട് ഇന്ന് എന്തെടുക്കുക, അതിന്ന് ആ എക്സ്പീരിയൻസ് അവരെന്ത് ചെയ്യുക, ലേൺ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? അവരുടെ ഒരു ഇന്റലിജൻസ് അവിടെ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അതായത് അവരിപ്പോ എന്താണ് വളർന്നു വരുന്ന സിറ്റുവേഷനിൽ അവർക്ക് കുറേ കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് അവരെ ചോദിക്കാൻ അനുവദിക്കുക. കുറെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കട്ടെ എന്നുണ്ടാവും. ആ കാര്യങ്ങൾ ചെയ്യാൻ അത് നമ്മളുടെ ഒരു ഗൈഡൻസിൽ. ഇപ്പൊ അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഗൈഡൻസിലോ നമ്മുടെ ഒരു കെയറിലോ നമ്മളത് ചെയ്യാൻ അനുവദിക്കുക. എന്നിട്ട് അവരങ്ങനെ ട്രൈ ചെയ്ത്, നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും അങ്ങനെയാണല്ലോ പഠിച്ചത്, വീണ്ടുണ്ടാണല്ലോ നമ്മൾ എഴുന്നേറ്റ്, അത്ര ഉള്ളത്. അതായത് അവര് ട്രൈ ചെയ്തിട്ട് അതിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷന്റെ ബേസിലായിരിക്കും അവരുടെ ഒരു ഇന്റലിജൻസ് അവിടെ ഇംപ്രൂവ് ആവുന്നത്. അങ്ങനത്തെ ഒരു എൻവിറോൺമെന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് എന്താണ് ആ ഒരു സറൗണ്ടിങ്, അവരുടെ ഒരു സറൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മളായിരിക്കും. നമ്മളെ അടുത്ത് നിന്നാണ് ഫസ്റ്റ് അവർ ലേൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു സേഫ് ആയിട്ടുള്ള, അവർക്ക് പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും അത് എന്ത് ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനും ഉള്ള ഒരു ചാൻസ്, ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കുക, ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ആ സപ്പോർട്ടൊക്കെ. അങ്ങനത്തെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള എൻവിറോൺമെന്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അടുത്ത പോയിന്റ്, socio-emotional environment, family structure, social structure, sex and culture, socio-economic status, attitude of parents and child rearing practices. അതായത് എന്താണ് ഒരു സോഷ്യൽ ഇമോഷണൽ എൻവിറോൺമെന്റ് അവർക്ക് എങ്ങനെ ഉണ്ടാവണേ, അവര് എന്താണ് നമ്മളടുത്ത് ഇന്ററാക്ട് ചെയ്യാണ്. അപ്പൊ അവിടെ റയർ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാലോ, കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവരെ ടീച്ച് ചെയ്യുന്നത്, കുറെ ഡിസിപ്ലിൻസ് പഠിക്കുന്നത്, കുറെ ഗൈഡൻസ് കൊടുക്കുന്നതൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതായത് ഒരു വളർന്നു വരുന്ന ഫാമിലി, അവരുടെ ആ എന്താണ് അവര് വളർന്നു വരുന്ന സൊസൈറ്റി, നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അവരോടുള്ള ആറ്റിറ്റ്യൂഡും നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ക്യാരക്ടർ വൈസ് നമ്മളൊരു മോശം ആളാണെന്ന് വിചാരിച്ചോ, മീൻസ് നമ്മൾ അത്യാവശ്യം ആളുകൾ വെറുപ്പിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടർ എന്തായാലും ഇട്ട് പോകും, ആ കുട്ടിയിലേക്ക് പോകും. കുട്ടി അങ്ങനെ സ്കൂൾ പോയാലും അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കാണിച്ച ഒരു ആറ്റിറ്റ്യൂഡ് അവർ കാണിക്കാൻ തുടങ്ങും. ഇപ്പൊ ഒരു ഫിനാൻഷ്യലി ഫ്രീഡം അല്ലാത്ത, ഒരു ഫിനാൻഷ്യലി ലോ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് അവരുടെ ഒരു ചിന്താഗതിയിലും എന്താണ് അവരുടെ ഒരു ബിഹേവിയറിലും ആ ചേഞ്ച് കാണും. പിന്നെ അതേപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ടോ, ഒരു പാരന്റിങ്ങിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഇമ്പൾസീവ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല സോഷ്യൽ ആയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കുട്ടികൾ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാതിരിക്കലും, എന്താണ് ഇമോഷണലി സേഫ് അല്ലേ എന്നുള്ളൊരു പേടി വരുന്നതും, അതേപോലെ ഭാവിയിൽ അവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവുന്ന കുട്ടികൾ ഇപ്പോൾ നമ്മൾ പറയും ഭയങ്കര ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഓവർലി നമ്മളെടുത്ത് ഡിപ്പെൻഡഡ് ആണ്, എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ വേണം, അങ്ങനെയൊക്കെ ആയി പോകുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ അവരെ ഇങ്ങനെ അവർ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ അവിടെ ഇമോഷണലി ഡീൽ ചെയ്യുന്നതും, അതേപോലെ നമ്മളൊരു സൊസൈറ്റിയിൽ അവരെ ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും ഒക്കെ എന്താണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നല്ലൊരു എൻവിറോൺമെന്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് നമ്മള് ഫസ്റ്റ് ടൈം ആണ് നമ്മളാണ് ഫസ്റ്റ് ടൈം അവരെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്, ഒരു ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്, അതേപോലെ എന്താണ് അവരെ ഗൈഡ് ചെയ്യുന്നത്, അവർക്ക് എവിടെയാണോ സപ്പോർട്ട് വേണ്ടത് നോക്കുന്നത്. അപ്പോൾ അവര് ഓവർലി ഇമോഷണൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാണ്ട് അവരെ റിജക്ട് ചെയ്ത് പോയി. ഇപ്പോൾ എന്താണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അവിടെ എന്തുണ്ടാവുന്ന വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പാരൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു അവോയ്ഡൻസ്, പാരന്റ് അവോയ്ഡ് ചെയ്ത് പോയ ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഈ ബോർഡർ ലൈൻ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. മീൻസ് അവർക്ക് എന്തുണ്ടാവും, ഭാവിയിൽ എന്തെങ്കിലും ഒരു റിലേഷനിലൊക്കെ ആവുകയാണെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു പാർട്ട്ണറിനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുകയാണെങ്കിൽ ആ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണിക്കും. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വരിക. ദേഷ്യമാണെങ്കിൽ ഭയങ്കരമായിട്ട് കാണിക്കും. പിന്നെ അവർക്ക് ഭയങ്കര സങ്കടം ഇത് വരികയാണെങ്കിൽ അവർ സെൽഫ് ഹാം ചെയ്യും. മീൻസ് അവർക്ക് സ്വന്തം കയ്യിൽ വെട്ടും. അങ്ങനെ നമ്മളൊരു കുട്ടീനെ കണ്ടീനു, അങ്ങനെ അവർ ഡ്രഗ് യൂസ് ഒക്കെ കൂടും. നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്, നമ്മള് എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കാണ്. കോയിനെ കല്ലെടുത്ത് പറഞ്ഞ അപ്പുറത്തെ പെരക്കാരിനെ തല്ലൊടി ആ കരയത്തിന് എന്താണ്. അപ്പൊ നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാണ്. എന്താണ് അങ്ങനെയുള്ളൂ ആ ഒരു ഇമോഷണാലിറ്റിയിൽ അവർക്കൊരു ഇന്റലിജൻസ് വരിക. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു ഈ സോഷ്യൽ ഇമോഷണൽ രീതിക്കുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികളിൽ പേഴ്സണാലിറ്റിയിൽ പ്രശ്നങ്ങൾ വരും. ഈ ഒരു ഡിസോർഡർ, ഈ ഒരു ഇപ്പൊ ഒരു ബോർഡർ ലൈൻ പറഞ്ഞില്ലേ, ആ കുട്ടീൻ്റെ ഈ പാരൻസ് ഇവിടെ ഗ്രാൻഡ് പാരൻസിന്റെ അടുത്ത് ആക്കിയിട്ടാ പോയിനെ. അവരെന്താ വരിക, അവര് ഇങ്ങനെ എബ്രോഡ് എന്തോ ആണ്, ഇപ്പൊ ഒരു ഇങ്ങനെ മന്ത്ലിയോ അങ്ങനെ വരുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ കുട്ടിക്ക് കിട്ടിയതൊക്കെ എന്താണ്, ചൈൽഡ്ഹുഡിൽ കിട്ടിയതൊക്കെ റിജക്ഷൻ ആണ്. ഇപ്പൊ പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോ ഉമ്മ വേണം ഉപ്പ വേണം എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു സംഭവം ആ കുട്ടിക്കില്ല. ഒരു സ്നേഹം കിട്ടിയെന്നോ അങ്ങനത്തെ ഒരു സാധനമേ ആ കുട്ടിക്കില്ല. ഇവരോട് ഇത്രയും റെസ്പെക്ട്ഫുള്ളി ബിഹേവ് ചെയ്യണമെന്നോ ഇവര് തിരിച്ച് സ്നേഹിക്കണം അങ്ങനത്തെ ഒരു മൈൻഡേ ഇല്ല ആൾക്ക്. പക്ഷെ ആൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. 20 വയസ്സായ കുട്ടിയാണ്. ആ ഒരു റിലേഷനിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഭയങ്കര എന്താണ്, ആ കുട്ടിയുടെ ആ ചെക്കനൊക്കെ വിളിച്ചിട്ട് നമ്മൾ കൗൺസിലിംഗ് ടൈമിൽ ഇങ്ങനെ നമ്മൾ ഓരോ സംസാരിക്കും. പറയും ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാണിക്കും. കുട്ടിക്ക് അത്യാവശ്യം ക്യാഷ് ഉണ്ട്, അതൊക്കെ കൊടുത്ത് അങ്ങനെ ഭയങ്കര കൂടെ വേണം. പോയാൽ പേടിയാണ്, ഭയങ്കര ആങ്കർ ഇഷ്യൂ വരും, ഡ്രഗ്സ് യൂസ് ചെയ്യും. അപ്പോൾ ക്യാഷ് ഉള്ളതുകൊണ്ട് അത് ഭയങ്കര അവൈലബിൾ ആയിരുന്നു കുട്ടിക്ക്. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുൾ സ്ലീവ് ആണ് എപ്പോഴും. അപ്പൊ ഞാനൊരു ദിവസം സംസാരിച്ചപ്പോൾ ആളെനൊക്കെ ഇങ്ങനെ കാണിച്ചെന്ന്, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തത് ഇത് വരും ഇങ്ങനെ ഫുള്ള് വരഞ്ഞു വെച്ചിട്ടുണ്ടോ അങ്ങനെ. അപ്പോൾ എന്താണ് നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ എന്താണ് അവരെ ടേക്ക് കെയർ ചെയ്യണമല്ലോ ഇതൊക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും നമ്മുടെ ഒരു ബിഹേവിയറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ട സമയത്ത് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ക്യാരക്ടറെ മാറിപ്പോകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്റെ മോന് വന്നിട്ട് വാതിൽ തട്ടാൻ തുടങ്ങി. ഇനി അടുത്ത പോയിന്റ്. Reading, storytelling, drawing, playing, music, dancing, and dramatizing are the various activities provided for the children. ഇതൊക്കെ എന്താണ് നമ്മൾ ആഫ്റ്റർ ഒരു ബർത്തിന് ശേഷം അവരുടെ
സ്കില്ലിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലേ. അവർക്കൊരു സ്കില്ല് ഇമ്പ്രൂവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസും ട്രെയിനിങ്ങും കൊടുക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് നല്ലൊരു റീഡിങ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടൊരു സ്റ്റോറി ടെല്ലിങ്ങിനുള്ള ഒരു കഴിവുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് ഏത് രീതിക്കുള്ള കഴിവാണോ സ്കില്ലാണോ ഉള്ളത് അതിന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, അപ്പോൾ ഇങ്ങനെ എന്താണ് കളിച്ച് നടക്കണ്ട, ഇങ്ങനെ വരയ്ക്കാനോ ഇപ്പോൾ കുറേ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ ഒപ്പം ഡാൻസ് അങ്ങനത്തെ കുറേ പ്രാക്ടീസസ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരിക്കൽ എന്ത് കൈൻഡ് ഓഫ് ആക്ടിവിറ്റിയിലാണോ എൻഗേജ്ഡ് ആവുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടുന്നു എന്ന് പറയാൻ പറ്റൂല, ആ ഒരു കാലമൊക്കെ മാറി. അപ്പോൾ അവർക്ക് ഏതൊരു ആക്ടിവിറ്റി ആണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എന്താണ് പിന്നെ പറയുന്നത് നിങ്ങളെ മോണ്ടിസോറീസ്, ഞാൻ ഈ നോട്ടം നോക്കട്ടെ കേട്ടോ, ക്യാമറ ഒന്ന് ഓഫ് ആക്കണ്ടേ, എനിക്ക് ലാപ്പില്ലെന്ന്. അതായത് ഈ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ മോണ്ടിസോറീസിന് എന്താണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള കാരണം എന്താ, കുട്ടികൾക്ക് ഇന്നേതായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ഉണ്ടാവും. അവർക്ക് ഫിസിക്കൽ എൻവിറോൺമെന്റും ഇന്റലക്ച്വൽ എൻവിറോൺമെന്റും സോഷ്യൽ ഇമോഷണൽ എൻവിറോൺമെന്റും ഒക്കെ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഇപ്പം എവിടെയാണ് നടക്കുന്നത്, എൻവിറോൺമെന്റലി ആണ് നടക്കുന്നത്. അതായത് ആ കുട്ടി എന്താണ് ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെ. ഇപ്പൊ കൂടുതലായിട്ട് ആ കുട്ടി എവിടെ ഉണ്ടാവുക, സ്കൂൾ സെറ്റിങ്സിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടീച്ചേഴ്സിൻ്റെ ഒപ്പം ഒക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടീൻ്റെ സ്റ്റഡീസിനെ എന്താണ് എഫക്റ്റീവായ വേയിലാക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ആ എൻവിറോൺമെന്റ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഈ എൻവിറോൺമെന്റ് നിന്നാണ് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, ഇന്റലിജൻസ്, ആ കുട്ടിയുടെ കുറേ ആക്ടിവിറ്റീസ്, നമ്മളിവിടെ കുറേ ആക്ടിവിറ്റീസ് പറഞ്ഞു, അത് ആ ഏരിയയിലൊക്കെ ഉള്ള ഒരു ഇമ്പ്രൂവ്മെന്റ്, ആ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ആവുന്നത് ഇങ്ങനത്തെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ ആ ഒരു ഫ്രീഡം, അവർക്ക് ആ ഒരു ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനുള്ളതും അവർക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം, നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു എൻവിറോൺമെന്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് എന്താണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് കുറേ ഡെവലപ്മെന്റ് നടക്കുന്നത്, ഇത്രയും ഡെവലപ്മെന്റ് നടക്കുന്നത് എവിടെയാണ്, എൻവിറോൺമെന്റൽ സിറ്റുവേഷനിലാണ്. കുട്ടിക്ക് ബയോളജിക്കലി കിട്ടുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും കുട്ടികളുടെ എൻവിറോൺമെന്റൽ ഡെവലപ്മെന്റ് ആണ് ഇവിടെ കൂടുതൽ നടക്കുന്നത്. ആ ഒരു എൻവിറോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടറിൽ നമ്മളെ റോളാണ് കൂടുതൽ അല്ലേ. ആസ് എ ടീച്ചർ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് അവിടെ കൂടുതൽ. അപ്പോൾ കുട്ടിയുടെ അവരുടെ സ്കില്ല് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏത് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാനും അതിൽ അവർക്ക് എന്താണ് ഒരു ട്രെയിൻ ചെയ്യാനും അതിൽ ഷൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും എൻവിറോൺമെന്റും സിറ്റുവേഷനും ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? എന്തായാലും വായിക്കണം കേട്ടോ. അടുത്ത ക്ലാസ് എക്സാം ആണ്, അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഈ പോയിന്റ്സ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ. ബിക്കോസ് ഇതിൽ ജസ്റ്റ് പോയിന്റുകൾ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ പോസ്റ്റ് നാറ്റലിൽ പറഞ്ഞല്ലോ 5 പോയിന്റ്, അതിൽ ജസ്റ്റ് പോയിന്റുകൾ പറഞ്ഞിട്ട്, പക്ഷെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കണം. ഞാൻ നോട്ട് അയച്ചുതരാം, നിങ്ങളൊന്ന് വായിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് പറയൂ, ആര് പറയുന്നേ? ഞാൻ എന്നെ പറഞ്ഞാൽ മതിയോ, നിങ്ങൾ പറയുന്നുണ്ടോ? ആർക്കെങ്കിലും ആ പോയിന്റ്സ് പറയണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ മതിയോ?
അതായത് ഫാക്ടേഴ്സ് നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിലെന്തൊക്കെ പറഞ്ഞ ഹെറിഡിറ്റി ഓർ ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. ഈ ജനറ്റിക്കിൽ നമ്മൾ എന്തൊക്കെ പാസ് ചെയ്ത് വരും എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്, സെക്സ്, ഗ്ലാൻസ്, റേസ്. ഓക്കെ. പിന്നെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ എന്താ പറഞ്ഞത്, 2 ടൈപ്പ് പറഞ്ഞു. അതായത് എൻവിറോൺമെന്റൽ, നമ്മുടെ ജീവിക്കുന്ന ആ സിറ്റുവേഷൻ, നമ്മുടെ ലിവിങ് സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്തുണ്ട്, അവിടെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ആൾക്കാരുണ്ട്. നമ്മളൊരു കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ് ആലോചിച്ചാൽ മതി. കുട്ടി ഫസ്റ്റ് വന്ന് നമ്മൾ ആ ഒരു കുട്ടി ഫസ്റ്റ് ജനിച്ചിട്ട് കരയണം എന്നൊക്കെ പറയുന്നത് ആ കുട്ടിയുടെ ഹെയർ പാസ് ചെയ്യുന്നത് റെഡി ആയിക്കണോന്ന് നോക്കാനാണ്. അതിലൊരു പ്രശ്നം വരുമ്പോഴാണ് ആ കുട്ടി കരയാത്തത് എന്നാണ് പറയാ. അങ്ങനെയല്ലേ? ആ കുട്ടിയുടെ ബ്രീത്തിങ് ശരിയാവാത്തോണ്ട് അതൊക്കെ ആ ഒരു ബ്ലോക്കിങ് നടക്കുന്നത് തൊട്ടിട്ട് കുട്ടിക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നതാണ്. അതാണ് പെട്ടെന്ന് കരയണം അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് കുട്ടിക്ക് കിട്ടുന്ന എയർ, സൺലൈറ്റ്, വാട്ടർ, ആ കുട്ടിയുടെ സേഫ് ആയിട്ടുള്ള ലിവിങ് സിറ്റുവേഷൻ, അതൊക്കെ എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അങ്ങനത്തെ അതൊക്കെയാണ് നാച്ചുറൽ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് സോഷ്യൽ എൻവിറോൺമെന്റ്. അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ആ കുട്ടിയുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾ, ആ കുട്ടിയുടെ പാരന്റ്സ്, ആ കുട്ടിയുടെ സിബ്ലിങ്സ്, അതേപോലെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടീന്റെ ഒരു ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ ഒരു ഗുഡ് സോഷ്യൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന, സ്കില്ലൊക്കെ കൂടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ അടുത്ത് നിന്നുള്ള ഒരു സപ്പോർട്ട്, ഒരു ഗുഡ് സപ്പോർട്ട്. അതായത് ഒരു പാരന്റിങ്ങിലാണെങ്കിലും ടീച്ചിങ്ങിലാണെങ്കിലും ഒക്കെ എന്ത് വേണം, ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് 2 ഡെവലപ്മെന്റിൽ നടക്കുന്ന 2 സ്റ്റേജസ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ കേട്ടോ. ഇത് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിലെ 2 സ്റ്റേജസ് ആണ്. എൻവിറോൺമെന്റലിലാണ് അതും വരുന്നത്. ഓക്കെ. എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ നേച്ചുറൽ ഫാക്ടേഴ്സും അതേപോലെ സോഷ്യൽ ഫാക്ടേഴ്സും. പിന്നെ വരുന്ന 2 സ്റ്റേജസ് ആണ് ഇത്, പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. ഓക്കെ. പ്രീനാറ്റൽ എന്ന് പറയുമ്പോൾ പ്രീനൈറ്റൽ എന്താണ്, പ്രീനൈറ്റൽ നമ്മള് പ്രീനൈറ്റലിൽ എന്തൊക്കെയാ പറഞ്ഞത്, maternal health, nutrition, മദറിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ, ആക്സിഡൻസ്, അതായത് അമ്മ ഗർഭിണിയായിരിക്കുമ്പോ അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ അത് കുട്ടിക്ക് അതൊരു ഇഞ്ചുറി ആയിട്ട്. അതെ, വെരി. അതായത് മെറ്റേണൽ ഹെൽത്ത്, അമ്മന്റെ ഹെൽത്ത്, അതേപോലെ ഫിസിക്കലായി മെന്റൽ കണ്ടീഷന്, പിന്നെ ന്യൂട്രീഷൻ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ് അത്രയും ന്യൂട്രീഷ്യസ് ആവണം എന്നുള്ളത്, പിന്നെ യൂസേജ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്, പിന്നെ ഉള്ളത് ആക്സിഡൻസ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ പ്രീനേറ്റലിൽ പറഞ്ഞത്. അടുത്ത് പോസ്റ്റ് നൈറ്റലിലാണ് പറഞ്ഞത്. പോസ്റ്റ് നൈറ്റലിന് എന്തൊക്കെയാ പറഞ്ഞത്, ഫിസിക്കൽ എൻവിറോൺമെന്റ്, ആ കുട്ടിയുടെ ലിവിങ് കണ്ടീഷൻ, ആ ലിവിങ് കണ്ടീഷൻ എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം എന്നുള്ള കാര്യം. ഇപ്പൊ ആ കുട്ടിക്ക് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ, അതേപോലെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഭയങ്കര സീരിയസ് ആയി എടുത്തിട്ട് ആ കുട്ടിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടീന്റെ ഡെവലപ്മെന്റിനെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഫിസിക്കലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവിടെ. പിന്നെ ഇന്റലക്ച്വൽ എൻവിറോൺമെന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്, ആ കുട്ടീനെ ഓരോ കാര്യങ്ങൾ പഠിക്കാനും തിങ്ക് ചെയ്യാനും അതിനെ എക്സ്പ്ലോർ ചെയ്യാനും പഠിപ്പിക്കുക എന്നുള്ളത്. അതിലൂടെ ആ കുട്ടിയുടെ എബിലിറ്റീസ് ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം. അതായത് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, ആ കുട്ടീനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ചോദിച്ച് മനസ്സിലാക്കാനും, ആ കുട്ടിയുടെ ക്യൂരിയോസിറ്റി ഉണ്ടാവൂലേ, അതിനൊക്കെ മനസ്സിലാക്കാനും അതിനെ ആൻസർ ചെയ്ത് കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം. അങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫീഡ്ബാക്ക് കൊടുത്തിട്ട്, ഇപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. ആ കുട്ടീനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ട്രൈ ചെയ്യുന്നതിലൂടെ ആ കുട്ടി ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതിന്ന് പഠിക്കാൻ ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്റലക്ച്വൽ എൻവിറോൺമെന്റിൽ വരുന്നത്. അങ്ങനത്തെ എൻവിറോൺമെന്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പറഞ്ഞത് സോഷ്യൽ ഇമോഷണൽ, അതിലെന്ത് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നത്, നമ്മൾക്കായിട്ട് സഹവസിക്കണം അല്ലേ. നമ്മുടെ ഒരു കുട്ടി ജനിച്ച മുതലൊക്കെ ആ കുട്ടി ഓരോ ആളുകളുടെ കൂടെയാണ്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡൻസും ടീച്ചിങ്ങും അതേപോലെ കെയറും കൊടുത്തിട്ട് അവർക്ക്
ഈ നമ്മള് അവര് നമ്മളടുത്ത് സേഫ് ആണെന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഇമോഷണലി സേഫ് ആണെന്ന് ഒരു കുട്ടീനെ തോന്നിപ്പിക്കണം. അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അതേപോലെ ആ കുട്ടിക്ക് എൻഗേജ്ഡ് ആവാൻ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റീസ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് അത് സെലക്ട് ചെയ്യാനും അതിൽ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ്, അവരുടെ സപ്പോർട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഫാക്ടേഴ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനോ, എന്തെങ്കിലും കൺസേൺസ്, ഡൗട്ട്സ്? ഓക്കെ. ക്ലാസ് ടൈമിലാണോ മാം എക്സാം നടത്തുന്നത്? ഞാനതൊന്ന് ചോദിച്ചിട്ട് പറയാട്ടോ. എനിക്കൊരു ഐഡിയ. നിങ്ങൾക്ക് എങ്ങനെ എക്സാം നടത്തണം, നിങ്ങൾക്ക് മുന്നേ നടത്തിയത് എങ്ങനെയാണെന്നും എനിക്കൊന്ന് ചോദിക്കണം. ഞങ്ങൾക്ക് ക്ലാസ് ടൈമിനല്ല നടത്തിയത്, ഞങ്ങൾക്ക് രാത്രിയായിരുന്നു നടത്തിയത്. ക്ലാസ് ടൈമിന് ക്ലാസ് നടന്നു, രാത്രി ഞങ്ങൾ പറഞ്ഞൊരു സമയത്ത് മാം ക്വസ്റ്റ്യൻ തന്നു, പിന്നെ ആൻസർ ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ ചെയ്തിട്ട് മിസ്സിന് അയച്ചു കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും. നിങ്ങളങ്ങനെ ഓക്കെ അല്ലേ നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നാ 1 hour ഇരുന്ന് ചെയ്യാനൊക്കെ? ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം, നടത്താം. നമ്മൾ ഹവർ കളയണ്ട. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് നമ്മൾ തരും. ഇപ്പൊ എടുത്ത സംഭവങ്ങളില് നമ്മൾ ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ അതില് ഇപ്പൊ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ അതിനൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയുന്ന ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ജസ്റ്റ് ഇപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ഈ ഇതിന്റെ ഒരു നോട്ട് ഞാൻ ഉണ്ടാക്കി അയച്ചു തരാം. ഇതില് കുറച്ചല്ലേ ഉള്ളൂ പറയുന്നേ, നിങ്ങൾക്ക് കുറച്ച് നോട്ട് വേണ്ടേ പ്രീനേറ്റലിലൊക്കെ? ഒരു 5 പോയിന്റ്സിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു നോട്ട്, അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയണേ. ആ പേരിൽ തന്നെ ഉണ്ട് എന്നാലും. ഓക്കെ, അയച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, പ്രശ്നങ്ങളുണ്ടോ? ഡൗട്ട്സ് ഇല്ല, ഓക്കെ ആണ്. അപ്പൊ നമുക്ക്